നമസ്കാരം, എമിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ പള്ളിയിൽ മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപ നഷ്ടപ്പെട്ടു. എടത്തിരുത്തി ചൂലൂർ പള്ളിയിലെ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാരുടെ 1,00,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. കേരള കർഷക സംഘം കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ ബോഡി യോഗം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാപ്പകൽ പള്ളിയിൽ മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപ നഷ്ടപ്പെട്ടു. എടത്തിരുത്തി ചൂലൂർ പള്ളിയിലെ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാരുടെ 1,00,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. മുഹമ്മദ് മുസ്ലിയാർ ആലുവയിലുള്ള സഹോദരന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് പള്ളിയോട് ചേർന്ന് ഉസ്താദ് താമസിക്കുന്ന മുറിയുടെ വാതിലുകൾ തകർത്ത നിലയിൽ കണ്ടത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 1,00,000 രൂപ മോഷണം പോയതായി ഉസ്താദ് പറഞ്ഞു. 2:20 തിരിച്ചെത്തുമ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആ കല്ല് കണ്ടത്. അപ്പോൾ അങ്ങനെ കല്ല് നോക്കി ഇവിടെ പോകുമ്പോൾ ഇല്ലാത്തൊരു കല്ല് ഇപ്പം എങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു വൃത്തം കിട്ടിയില്ല. അങ്ങനെ താക്കോലെടുത്ത് റൂം തുറക്കാൻ വന്നപ്പോഴാണ് പൂട്ട് തല്ലി പൊട്ടിച്ചാടി കണ്ടത്. താക്കോൽ കൊടുത്തപ്പോൾ തന്നെ പൂട്ട് താഴെ ചാടി വീണു. അപ്പോൾ തുറന്ന് ആകെ പൊളിച്ചിട്ടിരിക്കണം മേശയ്ക്ക്. അങ്ങനെ ഈ റൂം നോക്കിയപ്പോൾ ഇതിൻ്റെയും താഴെ പൊളിച്ചിട്ട് കണ്ട്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം ചൂലൂർ പള്ളിയിൽ ഇല്ലാത്തത് കാരണം എല്ലാ വിശ്വാസികളും തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമെന്ന് അറിഞ്ഞവരാരെങ്കിലും ആയിരിക്കും മോഷ്ടാവെന്നാണ് കരുതുന്നത്. ഏത് സമയത്തും പള്ളിയിൽ അന്തേവാസികൾ ആരെങ്കിലും ഉണ്ടാകുമെങ്കിലും വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് ആരും പള്ളിയിൽ ഉണ്ടാകാറില്ല. പള്ളിയോട് ചേർന്ന് ഉസ്താദ് താമസിക്കുന്ന മുറിയുടെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ദേശീയ ഗെയിംസിൽ മികച്ച നേട്ടം കൈവരിച്ചാൽ സംസ്ഥാനത്ത് കായിക സർവകലാശാല സ്ഥാപിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 55ാമത് ദേശീയ ഗെയിംസ് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാഷണൽ ഗെയിംസിന്റെ 35 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമാണ് 7 ജില്ലകളിൽ വെച്ച് ഈ ഗെയിംസ് നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. സത്യത്തിൽ ഈ തീരുമാനമെടുക്കുമ്പോൾ എങ്ങനെ നടക്കും എന്ന് നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. പക്ഷെ നല്ല സംഘടനാ ചാതുര്യമുള്ള നമ്മുടെ സഹപ്രവർത്തകർ ഇതെല്ലാം ഈ വെല്ലുവിളിയെല്ലാം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് വമ്പിച്ച വിജയമായി ഇതിനെ കൊണ്ടുപോയി എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. DOCയുടെ നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കളക്ടറോട് മുമ്പിലും പിറകിലും നിന്നുകൊണ്ട് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണം ചെയ്യുന്ന ജനപ്രതിനിധികൾ, ജനനേതാക്കന്മാർ, അവരുടെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ തൃപ്രയാർ സ്റ്റേഡിയം അടക്കം നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ വമ്പിച്ച രൂപത്തിലുള്ള മാറ്റത്തിൻ്റെ കാരണമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കണക്കാക്കിയ നമ്മളുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ CN ബാലകൃഷ്ണൻ, അദ്ദേഹവും ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനത്തെയും ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കേരളത്തിൽ ഒരു മിനി ഇന്ത്യ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി സ്പോർട്സ് ഇന്ത്യ ഈ കേരളത്തിൽ പൂത്തുലയുന്ന 2 ആഴ്ചക്കാലമാണ് നിൽക്കുന്നത്. ഗെയിംസ് തുടങ്ങി ഇന്നിപ്പോൾ 4 ദിവസം പിന്നിട്ടു. ഇനി 10 ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ 4 ദിവസം പിന്നിടുമ്പോൾ വർക്കിംഗ് ചെയർമാൻ ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, MLA മാരായ TN പ്രതാപൻ, PA മാധവൻ, MP വിൻസെന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, കളക്ടർ MS ജയ, SP N വിജയകുമാർ, IM വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എടത്തിരുത്തി പൈനൂർ പാടശേഖര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുത്തു. VS സുനിൽകുമാർ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ MH ഇസ്മായിൽ, പാടശേഖര സമിതി സെക്രട്ടറി പ്രേംലാൽ പൊറ്റേക്കാട്ട്, പ്രസിഡന്റ് മനോജ്, PS ഷാഫി, ഷൺമുഖൻ, അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു. ഇക്കാലത്ത് നമുക്കത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പല പ്രദേശങ്ങളിലും കൃഷിക്കാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഫലമായി അവിടെയെല്ലാം വീണ്ടും നെൽകൃഷി പുനരാരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇവിടെ ഈ പൈനൂർ പാടത്ത് 5 ഏക്കറോളം വരുന്ന ഭൂമി തരിച്ചു കിടന്ന സ്ഥലത്ത് ഇപ്പോൾ കൃഷി വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള 400ഓളം വരുന്ന ഏക്കർ ഭൂമി വീണ്ടും കൃഷി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ്റെ പദ്ധതികളെല്ലാം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി ഈ എടത്തിരുത്തി പഞ്ചായത്ത് സമ്പൂർണ്ണമായ നെൽകൃഷിയിലേക്ക് വരികയും ഉപ്പുവെള്ളത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത്
അത്തരമൊരു അവസ്ഥയിൽ നിന്നും മാറി സമ്പൂർണ്ണമായിട്ടും നമ്മുടെ ജലഗമന നിർഗമന സംവിധാനത്തെ ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി നടപ്പാക്കപ്പെടുന്നതോടുകൂടി നെൽകൃഷിയും കരകൃഷിയും അഭിവൃദ്ധിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായൊരു സാഹചര്യത്തിലാണ്. അതിനു മുൻപ് തന്നെ പലയിടങ്ങളിലും തരിച്ചു കിടക്കും. പുല്ലൂറ്റ് ലേബർ LP സ്കൂളിൽ വാർഷികാഘോഷം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് യൂസഫ് പടിയത്ത് ഉദ്ഘാടനം ചെയ്തു. AEO TK റോസ്മോളി, സിസ്റ്റർ ധന്യ, ഫാദർ ജോർജ് ഇലഞ്ഞിക്കൽ, ഫാദർ സജി, നഗരസഭാ കൗൺസിലർമാരായ KP സുനിൽകുമാർ, ഷീബ മുരളി, റംല സുഭാഷ്, പ്രധാനാധ്യാപിക സിസ്റ്റർ തെരേസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തമ്പുരാന് കൃതജ്ഞത അർപ്പിക്കാനാണ് തോന്നുക. അവർണ്ണനീയമായിട്ടുള്ള ഈശ്വരന്റെ സംരക്ഷണത്തിന് ദൈവമേ നന്ദി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു വേദിയിൽ വന്നിട്ടുണ്ട്. അന്നത്തെ സ്കൂളും ഇന്നത്തെ സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് കാണുക. വളരെ കൃത്യമായിട്ടുള്ള റിസപ്ഷനാണ് ബാൻഡ് സെറ്റോടുകൂടെ ഇന്ന് വിശിഷ്ട അതിഥികൾക്കൊക്കെ നൽകിയത്. ഒരു ഹൈസ്കൂളിൻ്റെ പ്രൗഢി പ്രകടമാകുന്ന വിധത്തിലുള്ള ബാൻഡ് സെറ്റാണ് ഇവിടുത്തെ ഉള്ളത്. ഞാൻ കുട്ടികളെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതിലേറെ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമുണ്ട്. പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് 3 വിദ്യാർത്ഥിനികൾ വളരെ തന്മയത്വത്തോടുകൂടെ ഈ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് അവരുടെ ആമുഖ പ്രഭാഷണങ്ങൾ വളരെ നന്നായിരുന്നു. ആ 3 കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ രംഗപൂജ കുട്ടികൾ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. നല്ല ശാസ്ത്രീയമായിട്ടുള്ള മികവോടുകൂടിയായിരുന്നു ആ ഡാൻസ് നടത്തിയത്. ആ കുട്ടികളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പുതിയ കെട്ടിടവും LKG ബിൽഡിങ്ങും പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ ഗണിതമേള സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഗിരിജ ഗണിതമേള ഉദ്ഘാടനം ചെയ്തു. മാതൃസംഗമം പ്രസിഡന്റ് സ്മിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ സിനി, ഖദീജ ബി, ഷീബ, ഫസൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് കർഷകർക്ക് നൽകിയ കപ്പലണ്ടി പിണ്ണാക്കിലെ വെട്ടിപ്പും കൊള്ളയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കർഷക സംഘം ഒരു നോട്ടീസും അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ജനകീയ ആസൂത്രണ പ്രസ്ഥാനം കേരള സംസ്ഥാനത്ത് ആരംഭിക്കുകയും അത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുകയും ജനങ്ങൾ ആവശ്യപ്പെടുന്ന കൃഷി രീതികളും കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് നൽകാറ്. ഇങ്ങനെ ജനകീയാസ്ത്ര പ്രസ്ഥാനം ആരംഭിക്കാൻ തന്നെ കാരണം അഴിമതിരഹിത പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നാണ്. ആ കാലഘട്ടത്തിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും ആ തീരുമാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം PS സഗീർ അധ്യക്ഷത വഹിച്ചു. MC ശശിധരൻ, PC മനോജ്, AC ശേഖരൻ എന്നിവർ സംസാരിച്ചു. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച ജൈവ കാർഷിക വിളകളുടെ പ്രദർശനവും വിപണനവും നടന്നു. കുടുംബകൃഷി വാരാചരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത വിത്തുകൾ ഉപയോഗിച്ചാണ് കുട്ടികൾ കൃഷി നടത്തിയത്.
എൻ്റെ കൃഷി എൻ്റെ വിള എന്ന പേരിൽ നടന്ന പ്രദർശനം PTA പ്രസിഡന്റ് KM മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് AB മുഹമ്മദ് സഗീർ, പ്രധാനാധ്യാപകൻ AK അരവിന്ദാക്ഷൻ, MA വാഹിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സഹപാഠി വിദ്യാർത്ഥികൾക്കായി നേത്രരോഗ പരിചരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. സഹപാഠി പ്രസിഡന്റ് അമ്പാടി വേണു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് OG വിനോദ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ, KJ ശ്രീജിത്ത്, റോസി ടീച്ചർ, ബിന്ദു ടീച്ചർ, മുഹമ്മദ് ഉസ്മാൻ, അജേഷ് തൈത്തറ, അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീനാരായണപുരം P. വെമ്പലൂർ സഹകരണ ബാങ്ക് ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹന ശില്പശാല സംഘടിപ്പിച്ചു. മതിലകം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS മുഹമ്മദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് AK സജീവ് അധ്യക്ഷത വഹിച്ചു. ഷാജി നാലുമാക്കൽ, KV അജയൻ, ഷജിത സുനിൽ, അമ്പിളി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു പ്രതീക്ഷയും അല്ല. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു എൻ്റെ ക്ലാസ് കേട്ടിട്ടല്ല, ഈ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ ബാങ്കും അല്ലെങ്കിൽ കൃഷിഭവനും അല്ലെങ്കിൽ പഞ്ചായത്തുകളും ഇതുപോലെയുള്ള ആശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല അന്തസ്സത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അതെനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളല്ല, എനിക്കറിയുന്ന ചെറിയ ചില നുറുങ്ങുകൾ നിങ്ങളിലേക്ക് കൈമാറി കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിൽ നിന്ന് 1 or 2 നല്ല ആശയങ്ങളെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ, അറ്റ്ലീസ്റ്റ് കറിവേപ്പില, ഇവിടെ പറഞ്ഞു കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും നിർബന്ധമായും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട 2 ഇനങ്ങളാണ്. അവയെങ്കിലും ഞാൻ ഇനി എൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കും എന്നുള്ളൊരു മനസ്സോട് കൂടിയേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഞാനിവിടെ വന്ന് ഇത്രയും നേരം നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തരുന്നതിൽ യാതൊരു പ്രയോജനവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു ഇത് നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലേ? എനിക്ക് ഉറപ്പല്ലേ? എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ പറയാ, നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക, അത് കേട്ട് പോവുക, അതിൽ അർത്ഥമില്ല. ഇവരിപ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറി വിത്തുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ആ വിത്തുകൾ കൊണ്ടുപോയി നല്ല രീതിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഒരു 25% പേരെങ്കിലും നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി ജനറൽ ബോഡി യോഗം നടന്നു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ ഇതിനു മുമ്പ് തുടക്കം മുതൽ പഠിച്ച കുട്ടികൾക്കും ഉണ്ടാകുന്ന ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ കോട്ടം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന പുറത്തു നിൽക്കുന്നവർക്ക് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു പക്ഷെ ഉണ്ടാകണമെന്നില്ല. അത് ഇതിന്റെ ഈ പറഞ്ഞു നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ച വിദ്യാലയത്തിന്റെ ഈ അങ്കണത്തിൽ നിന്ന് ഒരു തുള്ളി മണ്ണ് പോലും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ. കാരണം അത്ര നമുക്കറിയാം, പെരുന്നത്ത് ആകെ ഒരു ഗവൺമെന്റ് വിദ്യാലയമുള്ളൂ, നമ്മുടെ ഗവൺമെന്റ് UP സ്കൂൾ. അവിടെയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒരു കുറവില്ല, അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവില്ല. പക്ഷെ നമ്മളെ ഏതൊരു വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ ഈസ്റ്റ് UPയിൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ പോലും അധികം വൈകാതെ തന്നെ ഈ കുട്ടികളുടെ കുറവ് നമ്മളുടെ മേഖലയിലേക്കും വരും. ഈ LP സ്കൂളുകളിൽ അനുഭവിക്കുന്ന അതേ വിഷയം നമ്മുടെ UP സ്കൂളുകളിലേക്കും വരാൻ സാധ്യതയുണ്ട്. OSA പ്രസിഡന്റ് ER കാർത്തികേയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശൈലജ പ്രദീപ്, പ്രധാനാധ്യാപിക PR വിജയലക്ഷ്മി, ബിന്ദു വാലിപ്പറമ്പിൽ, ER ഷാജി, വിമലകുമാരി പ്രതാപൻ, രഞ്ജിത്ത് മാസ്റ്റർ, MY ഷാജി, ദിലീപ് കരുവത്തിൽ, KK കുട്ടൻ, സിന്ധു സന്തോഷ്, UK ഹസനുൽ ഖന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാറ്റുവെട്ടി ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വൻ ഭക്തജന തിരക്ക്. ഗണപതി ഹവനത്തോടെയായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, പറക്കെഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട്, പകൽപൂരം, ദീപാരാധന, തായമ്പക, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ആറാട്ടോടനുബന്ധിച്ച് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ വക ദേവിക്ക് പട്ടും താലിയും ചാർത്തി. തുടർന്ന് ഡോക്ടർ M ലക്ഷ്മികുമാരിയുടെ പ്രഭാഷണവും നടന്നു.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിലവാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നറ ജ്വല്ലേഴ്സ് 3 പിടി. സ്വർണം ഗ്രാമിന് 2620 രൂപ, പവന് 20,800 രൂപ. തൃശൂർ ജില്ലയിലെ കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാപ്പകൽ പള്ളിയിൽ മോഷണം, മേശയിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപ നഷ്ടപ്പെട്ടു. എടത്തിരുത്തി ചൂലൂർ പള്ളിയിലെ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാരുടെ 1,00,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. കേരള കർഷക സംഘം കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ ബോഡി യോഗം നടന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.